പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പിന്നെ ഒരു യാത്രയിലാണ്. ഇന്ന് നമ്മൾ ഡൽഹിക്ക് പോവാണ് കേട്ടോ. ഡൽഹിക്ക് നമ്മൾ പോകുന്നത് ട്രെയിനിനാണ്, വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ രാവിലെ 9 മണിക്ക് നമ്മൾ കാൺപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് 9:26 കേട്ടോ ട്രെയിൻ. റൈറ്റ് ടൈമാണ്. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്ന് കേട്ടോ. വിൻഡോ സീറ്റാണ് കിട്ടിയത്. 2 പേരുള്ള അതിലാണല്ലോ എനിക്ക്, നമ്മൾ 2 പേരുള്ള അങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെ സുഖമായിട്ടിരുന്നു. നല്ല വന്ദേ ഭാരത് ട്രെയിൻ നല്ല രസമാണല്ലോ, അതിൽ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലേ. ഇത് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വാരണാസിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മുടെ ചായ ഉണ്ടാക്കാനുള്ള കിറ്റൊക്കെ കിട്ടി. രാജേഷിന് ചായ വേണ്ട, പിന്നെ ഒരു നമ്മുടെ നാരിയൽ പാനി, കോക്കനട്ട് വാട്ടർ, അത് ഒരു പാക്കറ്റിനകത്ത് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി. എനിക്ക് ഇലൈച്ചി ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം നമുക്ക് ബോറടിക്കുമല്ലോ. ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു ചായ കുടിച്ചു, നല്ല ചായ എന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചായയുടെ കിറ്റെടുത്ത് എൻ്റെ ബാഗിനകത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 9:28, അതായത് 9:30 ഇവിടെ തിരിക്കുമ്പം 2 മണിക്ക് നമ്മുടെ ഡൽഹി എത്തും. 4.5 മണിക്കൂർ ജേർണി, 450 കിലോമീറ്ററാണ് കേട്ടോ. 4.5 മണിക്കൂർ കൊണ്ട് എത്തും. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ നമ്മുടെ ലഞ്ച് വന്നു. ഇത് വാരണാസിയിൽ നിന്ന് വരുന്ന ട്രെയിൻ കൊണ്ടായിരിക്കണം. നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ, നോൺ വെജ് ഒന്നുമില്ല. അപ്പോൾ ഒരു ദാല്, ഒരു പനീറിൻ്റെ കറി, ഒരു ആലു ഫ്രൈ, പിന്നെ ചോറ്, ചപ്പാത്തി, തൈര്, പിന്നെ ഒരു സ്വീറ്റായിട്ടൊരു ഗുലാബ് ജാമിൻ്റെ, അതായത് വൈറ്റ് കളറുള്ള ഒരു രസ്മലായിയുടെ ഡ്രൈ ആയിട്ടുള്ളത്. അത്രയായിരുന്നു കേട്ടോ ഫുഡ്. കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി, ആകെ കഴിക്കാമെന്ന് വെച്ചു. പക്ഷെ എന്നാലും നോൺ വെജ് ഓപ്ഷൻ ഇല്ലാത്ത വലിയ കഷ്ടമായിപ്പോയി. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കയറിയ നോൺ വെജ് ഓപ്ഷൻ കിട്ടിയാൽ തന്നെ കണക്കായിരിക്കും കേട്ടോ. എന്നാലും വെജിനേക്കാളും ഭേദമായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേനും നമ്മുടെ 2 മണി ആവാറായി. ഇങ്ങനെ ഡൽഹി എത്താറായി. നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ ഡൽഹി എത്തും കേട്ടോ. जंक्शन तेजस एक्सप्रेस जिसके रवाना होने का निर्धारित समय 15:30 प्लेटफॉर्म क्रमांक 11 से रवाना होगी. ट्रेन नंबर 82502 न्यू दिल्ली लखनऊ. അവിടെ
നമ്മൾ ക്യാബ് എടുത്തു കേട്ടോ. ക്യാബ് എടുത്തിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലുള്ള ടാക്സിക്കാർ അവർക്ക് തോന്നിയ പോലെയുള്ള പ്രൈസാണ് കേട്ടോ പറയുന്നത്. ക്യാബ് എടുക്കുമ്പോൾ ചിലർ 750 രൂപ. നമുക്ക് IP എക്സ്റ്റൻഷനിലായിരുന്നു പോകേണ്ടത്, അവിടെയായിരുന്നു നമ്മുടെ റാഡിസൺ ഹോട്ടൽ. അപ്പോൾ അവിടെ തോന്നി, അതുകൊണ്ട് നമ്മൾ ഓല ബുക്ക് ചെയ്തു. ഓല ബുക്ക് ചെയ്തപ്പോൾ 250 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഡിഫറൻസ് ആണ്, അവർക്ക് തോന്നുന്ന വിലയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയാൽ എത്രയായാലും ഓല ഊബർ ബുക്ക് ചെയ്യാതാണ്, കുറച്ച് വെയിറ്റിംഗ് ആയിരിക്കും, എന്നാൽ അത് തന്നെയാണ് കേട്ടോ ലാഭം. ഡൽഹിയിൽ അത്ര ചൂട് തോന്നിയില്ല കേട്ടോ. കാൺപൂരിനെ അപേക്ഷിച്ച് ഡൽഹിയിൽ അത്രയും ചൂട് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡൽഹിയിൽ നന്നായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അത്ര ചൂട് തോന്നിയില്ല. ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, അതായത് മഴ പെയ്തതിൻ്റെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ നട്ടുച്ചയ്ക്കാണല്ലോ, എന്നിട്ടും വെളിയിലിറങ്ങി നിന്നപ്പം നമ്മളൊരു 10 മിനിറ്റ് നിൽക്കേണ്ടി വന്നു കേട്ടോ ക്യാബ് ബുക്ക് ചെയ്യാൻ. എന്നിട്ട് വലിയ ചൂടൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം രാജേഷേട്ടൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫാമിലി ഡിന്നറുണ്ട്. 2-3 ഫാമിലി അവരുടെ കൂടെ എഞ്ചിനീയറിങ്ങിന് പഠിച്ച് അവരുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് കേട്ടോ. അതാണ് നമ്മൾ വരാനുള്ള കാരണം മെയിൻ. പിന്നെ വേറെ നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, നാളെ ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് പിന്നെ പറയാവേ. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്യാണ്. ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് അവർ ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ എന്തോ സിസ്റ്റത്തിൽ അത് നമ്മുടെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ വീഡിയോ കാരണം ഫോട്ടോ എടുക്കാറില്ല. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. വ്യൂ എന്ത് വീഡിയോ ആണോ? മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ, അല്ല ഡൽഹി മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം. അതെ അതിന്റെ പകുതി പക്ഷെ ഇങ്ങനെ അത് ചടിച്ചിട്ടില്ല, അത്ര ആവത്തില്ല ചേട്ടാ. തറയിലിരിക്കുന്നത് നമ്മുടെ താഴെ നിൽക്കുന്നുണ്ടല്ലേ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരുന്നു മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഡൽഹി മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ് മെട്രോയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സമയം നല്ല സുഖമായിട്ട് കുറച്ച് ദൂരമുള്ള അവിടുന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ കാർഡ് റീചാർജ് ചെയ്യിപ്പിച്ചു കേട്ടോ. റീചാർജ് അല്ല, കാർഡ് എടുത്തു. അതായത് 50 രൂപയുടെ കാർഡിന് നമ്മൾ 250 രൂപയുടെ 300 റുപ്പീസിൻ്റെ കാർഡ് എടുത്തു. നല്ല ഡൽഹിയിലെ മെട്രോ സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സലൻ്റ് ആണല്ലോ, നല്ല എക്സ്റ്റെൻസീവാണ്. എവിടെ പോകണമെങ്കിലും മെട്രോ മാറി കയറി പോകാം, നല്ല ചീപ്പാണ്. പിന്നെ ഇവിടുന്ന് IP എക്സ്റ്റൻഷനിലോട്ട് നമ്മൾ ഒറ്റ മെട്രോ അല്ല കേട്ടോ, ഇവിടുന്ന് നമ്മൾ 2 മെട്രോ മയൂർ വിഹാറിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കരോൾ ബാഗിലാണ് നമുക്ക് പോകാറുള്ളത്. അപ്പോൾ നല്ല രസമായിട്ട് ഇവിടുന്ന് ഒരു സുഖമായിട്ട്, ഞാൻ ആ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അവിടെ വന്ന് നിന്നാണ് കേട്ടോ, അല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മെട്രോ സർവീസ് നടക്കുന്ന ഡൽഹിയിലാണല്ലോ. ഏറ്റവും നമ്മൾ അല്ലെങ്കിൽ ഡൽഹിയുടെ ട്രാഫിക്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. എന്ത് നല്ലതാണ്. നമ്മളിപ്പോൾ കാൺപൂരും തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ അതും നല്ലതായിട്ട് വ്യാപിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് 2 മെട്രോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം കാർഡ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 30 രൂപ അങ്ങനെ എങ്ങാണ്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, കട്ടാവുന്നത്. അങ്ങനെ നമ്മൾ 2ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ അവിടുന്ന് ബ്ലൂ ലൈൻ, പിങ്ക് ലൈൻ അങ്ങനെ പിടിച്ച് നമ്മൾ ആദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ അവിടെ, പക്ഷേ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രസമാണ്, ഈസിയാണ്, പിന്നെ നമുക്ക് ചൂടറിയണ്ട. അങ്ങനെ ഡൽഹിയിലെത്തിയാൽ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മെട്രോ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോയിൽ ഇറങ്ങി നമ്മൾ കരോൾ ബാഗ് എത്തി. കരോൾ ബാഗിൽ രാജേഷേട്ടൻ്റെ 3 ഫ്രണ്ട്സ് വരും. അപ്പം ഒരാളുടെ മാത്രം ഫാമിലി, ബാക്കി 2 പേരും അവരുടെ ഫാമിലി കൂടെ ഇപ്പം ഇല്ല, അതുകൊണ്ട് അവരില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ആ മാർക്കറ്റ് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് മാർക്കറ്റിൽ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് മെട്രോ എടുത്തിട്ട് കരോൾ ബാഗിലെത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ മാർക്കറ്റ് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു. കാരണം 7:30 നമുക്ക് അവരുടെ കൂടെ ഡിന്നർ മീൻസ് അവിടെ എത്തണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 45 മിനിറ്റ്സ് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചായയും കുടിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാലും ജസ്റ്റ് ഒരു വാക്ക് എടുക്കാമെന്ന് വെച്ചു. നമ്മൾ സാധാരണ വരുമ്പോഴെല്ലാം കനോട്ട് പ്ലേസും അവിടെയൊക്കെയാണ് കേട്ടോ. കരോൾ ബാഗിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലമുള്ള പോലെ തോന്നി.
പക്ഷേ എന്ത് ചെയ്യാൻ ഇപ്രാവശ്യം സ്ഥലമല്ല, ഇപ്രാവശ്യം ജസ്റ്റ് കണ്ടുപോകാം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിലും ഷോപ്പിംഗ് ചെയ്യാൻ രാജേട്ടൻ നിൽക്കും, എന്നാലും അതിനൊരു ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അങ്ങനെ വല്ലതും ആണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം എന്ത് തരത്തിലുള്ള ഡ്രസ്സൊക്കെയും കിട്ടുമെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം രാജേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പറഞ്ഞു നല്ല ഒരു സ്ഥലമാണ് ഷോപ്പിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്കിനി പ്ലാൻ ചെയ്തിട്ട് കരോൾ ബാഗിൽ വരാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പോവാണ് കേട്ടോ. എനിക്കൊരു അപ്സെറ്റ് ആയെന്ന് തന്നെ പറയാം, കാരണം കുറച്ചും കൂടെ സമയമില്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരണം. പിറ്റേ ദിവസം നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അങ്ങനെ ഇതൊരു പെട്ടെന്നുള്ള ഒരു വരവായിരുന്നു. അതായത് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം ഡൽഹി വരുവാണെങ്കിൽ നല്ല രസമാണ്, കുറച്ച് നേരം നടന്ന് ടൈം എടുത്ത്. അപ്പോൾ വിൻ്റർ സമയത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ കണ്ടോ വൈകുന്നേരം ആയപ്പം തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അവിടെ എത്തി കേട്ടോ. പക്ഷേ അവിടെ എത്തി ഞാൻ വീഡിയോ എല്ലാം എടുക്കണം എന്ന് വെച്ച് പ്ലാൻ ചെയ്താൽ പോയത്. പക്ഷേ അവർ ബുക്ക് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിൽ ഒട്ടും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയായിരുന്നു, ഒട്ടും മാക്സിമം ലൈറ്റ് ഇടാന്ന് അവർ ഞാൻ പറഞ്ഞു എത്ര ഇടാൻ പറ്റുമോ അത്ര. പക്ഷേ എന്നിട്ട് നമുക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഇരുട്ടും അങ്ങനെ എടുത്ത ഒരു രസമില്ല കേട്ടല്ലോ. ഇതുപോലെയാണ് ഒരു ഡിസ്കോതെക്കിൻ്റെ പോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇവരിന്ന് സംസാരിക്കുന്നുണ്ട്. എത്ര വർഷം കഴിഞ്ഞ് മീറ്റ് ചെയ്താലും ഈ നമ്മൾ കൂടെ പഠിച്ചവരുടെ കൂടെ മീറ്റ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു വൈബാണല്ലേ. അപ്പം ഞാനും വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും വെറുതെ നമ്മൾ അത്രയും ഫ്രണ്ട്സ് അല്ല, നമുക്ക് ഒത്തിരി പറയില്ല, ഇവർക്ക് എന്തുമാത്രം ടോപ്പിക്സ് ഉണ്ടോ പറയാൻ. അങ്ങനെ കുറേ നേരം ഇരുന്നു. അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്തു, ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. എപ്പോഴും നമ്മൾ പഴയ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണം അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. നാളെ നമ്മുടെ വേറെ ബാക്കി ഒരു ദിവസം കൂടെ ഉണ്ട്, അന്നത്തെ വ്ലോഗായിട്ട് കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണം. താങ്ക് യു. ബൈ വൺസ് അഗെയിൻ.